ഇന്ന് നമ്മൾ നേരെ പോകുന്നത് അമാഡിസ് ബ്യൂട്ടി പാർലറിലേക്കാട്ടെ. എന്തായത് അവരെ 1 വർഷമായതുകൊണ്ട് അവരവിടെ ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ AKG ഹോസ്പിറ്റലിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മുന്നോട്ടേക്ക് നടക്കണം കേട്ടോ. ഇതാണ് കേട്ടോ വഴി, കണ്ടോ? ഈ റൂട്ടിലൂടെ കയറിയിട്ട് നമ്മൾ സ്റ്റെയർ മുകളിലേക്ക് നേരെ കയറി പോകുമ്പോഴേക്ക് നമ്മൾ അമാഡിസ് കാണും. അമാഡിസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇവിടെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായി ഹൈഡ്രനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ ഇതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഇതായി പോയി. പിന്നെ ഇന്നലെ ഞാൻ നോക്കുമ്പോഴത്തേനും അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പകുതി റേറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേനും ഈച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചു വന്ന അവസ്ഥ. അപ്പോൾ ഈച്ചി പറഞ്ഞു വന്നോ, നാളെ നമ്മളെ ആനിവേഴ്സറി ആണ്. കാരണം കഴിഞ്ഞ വർഷം ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഇത് ഫസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു ഞാനായിട്ടാണ് ഫസ്റ്റ് വന്നത്. ഭയങ്കര സന്തോഷം. ചേച്ചീൻ്റെ പാർലറിന് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് മുന്നോട്ടുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് എൻ്റെ ഫേസ് നല്ല രീതിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല രീതിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഹൈഡ്രാ ഫേഷ്യലിന് ഇരുന്ന് ഇട്ടാ. ഇവിടുത്തെ സർവീസെല്ലാം നല്ല അടിപൊളി സർവീസാണ്. കുറേ ആൾക്കാരിപ്പോൾ വോളിയം ചെയ്യാനും പിന്നെ ഹെയർ സ്ട്രൈറ്റനിങ്, ഞാൻ സ്ട്രൈറ്റനിങ് മറ്റേ സ്മൂത്തനിങ് ഒക്കെ ചെയ്തത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. വീടിൽ നല്ല കറുപ്പുണ്ടായിരുന്നു. വീട് യൂസ് ചെയ്യേണ്ടത് രാവിലെ പക്ഷെ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ, പിന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. നൈറ്റിലൊരു സിറം യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാം. റിസൾട്ട് ഉണ്ടാവും, നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ ഫേഷ്യൽ ചെയ്ത് എന്നും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അല്ല, ഫേഷ്യൽ മാസത്തിൽ ഒരിക്കലേ ചെയ്യുന്നു, പക്ഷേ ആഫ്റ്റർ കെയർ ആണ് മസ്റ്റ്. ആഫ്റ്റർ കെയർ കറക്റ്റായി ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന റിസൾട്ട് മസ്റ്റായിട്ടും കിട്ടും. നമ്മൾ ഒരിക്കൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ രണ്ടാമത് ചെയ്യും 28 ദിവസം. 28 ദിവസം. ഇനിയിപ്പോൾ നമ്മളൊരു കോഴ്സായിട്ട് എടുക്കുന്നതാണെങ്കിൽ എത്ര ട്രീറ്റ്മെൻറ്റ് വൈസ് ആണെങ്കിൽ 3 സിറ്റിംഗ് ചെയ്യാം. 3 സിറ്റിംഗ് ചെയ്യാം. 3 സിറ്റിങ്ങിലേക്ക് നമ്മൾ എന്തിനാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത് മാറിക്കോളും. പിഗ്മെന്റേഷൻ ആയാലും ഇപ്പം നമ്മൾ ഗ്ലോന ചെയ്യുന്നുണ്ടെങ്കിൽ 3 സിറ്റിംഗ് ചെയ്ത് ഗ്ലോ എല്ലാം ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ കിട്ടും. സെക്കൻഡ് സിറ്റിംഗ് ആകുമ്പോൾ പിന്നെ 2-3 സിറ്റിംഗ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ആ ഗ്ലോ ഉണ്ടാവും, ഫേസിലുണ്ടാവും. പിന്നെ ആഫ്റ്റർ കെയർ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് നല്ല രീതിയിൽ നിൽക്കും. ആ 1 മാസം കഴിഞ്ഞാലും നമ്മൾ ആ ഗ്ലോ ഒന്നും ആയില്ല. 1 മാസം ആയാലും ഇന്നലെ സ്പെഷ്യൽ ചെയ്ത പോലത്തെ ഒരവസ്ഥയുണ്ടാവും. അതാണ് ലാസ്റ്റിംഗ് ആണ്, ഒന്നാമത് ലാസ്റ്റിംഗ് ആണ്. അമാഡിസ് മേക്ക് ഓവർ ആൻഡ് ടാറ്റു സ്റ്റുഡിയോ ഇത് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. ഇതിൻ്റെ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഇടവറ്റ് ഏത് ചെയ്താലും 50% ഓഫിലാണ് കൊടുക്കുന്നത്. ഹൈഡ്രാ ഫേഷ്യലായാലും എല്ലാം. ഹൈഡ്രക്ക് 50% ഓഫില്ല. അല്ല, ഹൈഡ്രക്ക് ഇപ്പം പിന്നെ എത്ര സ്റ്റാർട്ടിങ് എത്ര വരും? സ്റ്റാർട്ടിങ് 1250 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 50% ഓഫില്. പിന്നെ സിറം നമുക്ക് പിന്നെ ഓരോരാളുടെ ഫേസിനനുസരിച്ച് എന്താണോ അവർക്ക് വേണ്ടത് അതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞാലും അതിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡബിൾ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഡബിൾ എഫക്റ്റ് ഹൈഡ്രാ ഫേഷ്യൽ ഫേസിൽ തന്നെ കാണും കേട്ടോ. ആതിര വരുമ്പോൾ ആതിരന്റെ ഫേസ് എങ്ങനെയാ ഉണ്ടായത്, ഇപ്പൊ എങ്ങനെയാണ് ചോദിച്ചാൽ മതി. നല്ല അലമ്പായിരുന്നു ഫേസ്. പിന്നെ സാധാരണ ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ 28 ദിവസം കൂടുമ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാം. എന്നാ ട്രീറ്റ്മെൻറ്റ് വൈസ് ചെയ്യുന്നതാണെങ്കിൽ 3 മാസം കണ്ടിന്യൂസ് ചെയ്താൽ കംപ്ലീറ്റ് ആ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് കിട്ടി തുടങ്ങും. 1 മാസം ചെയ്താൽ തന്നെ അതിൽ നല്ല മാറ്റം ഉണ്ടാകും. 1 മാസം കൊണ്ട് അത് മനസ്സിലാവും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് വൈസ് പറയുമ്പോൾ 3 മാസം സിറ്റിംഗ് ആയിട്ട് തന്നെ നമ്മൾ പറയും. പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ എങ്ങനെ ചെയ്താലും അതിൻ്റെ ആഫ്റ്റർ കെയർ ആണ് മസ്റ്റ്. ആഫ്റ്റർ കെയർ പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ എന്തായാലും ചെയ്യണം, മോയ്സ്ചറൈസർ, ഒരു സിറം. അത് നമ്മൾ ഡെയിലി എന്തായാലും നമ്മൾ കുറേ കാലത്തേക്ക് എന്തായാലും യൂസ് ചെയ്യണം. ഡെയിലി റുട്ടീനായിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നീണ്ടു നിൽക്കും. അത് ശരിയാണ്. എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ഇതേ ടൈം ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എൻ്റെ ഫേസിൽ നല്ല കുരു വരുന്ന ഫേസാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ കറക്റ്റായിട്ട് അറിയേണ്ട നല്ല കുരു വരുന്ന ഫേസ് ആയിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞേ പിന്നെ എനിക്ക് നല്ല മാറ്റം വന്നു. ഇപ്പം ആദ്യം കുരു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വന്നത്. അപ്പം ഞാൻ അധികം ഫേഷ്യലും സംഭവമൊന്നും ചെയ്യലേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഹൈഡ്രാ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സംഭവം നല്ല അടിപൊളിയായിരുന്നു.
അപ്പം നിങ്ങൾക്ക് എന്തായാലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇപ്പം ചെറിയ പൈസക്ക് ഇവർ ചെയ്തിരുന്നതായിരിക്കും. നല്ല റിസൾട്ടും എന്തായാലും ഇവർ തരും. അതിന് ഞാൻ ഗ്യാരണ്ടി ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചെയ്തുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് അറിയാം അടിപൊളിയായിരിക്കും. റിസൾട്ട് നല്ല അടിപൊളിയായിരിക്കും. ആ ഒരു ഗ്ലോയും സംഭവം എങ്ങനെയും കുറച്ച് നാളത്തേക്ക് എന്തായാലും ഉണ്ടാവും. നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. എൻ്റെ കെയറിങ്ങിൻ്റെ ഫലമായതുകൊണ്ട് കുറച്ചധികം കാലം എന്തായാലും ഉണ്ടാവും. നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചധികം നിൽക്കും അല്ലേ. അങ്ങനെ എനിക്കൊന്ന് ഞാൻ ജനുവരി ചെയ്തിട്ട് ഒരു ഏപ്രിൽ മെയ് മാസത്തോളം നല്ല രീതിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫേഷ്യലും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ഒരു നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമതും വന്നത് അതുകൊണ്ടായിരുന്നു. മുന്നേ ഞാൻ ഇതിൻ്റെ തന്നെ സെയിം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൈഡ്രാ ഫേഷ്യൽ ആദ്യം ചെയ്തതിൻ്റെ റിസൾട്ട് എന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് കളറിലുണ്ടായിരുന്നു. അതിലങ്ങനെ വലിയ മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ നല്ല അലമ്പായതുകൊണ്ട് രണ്ടാമത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ആ ഗ്ലോ ഉണ്ടല്ലോ ചേച്ചി, ആ ഒരു ഗ്ലോ വന്ന് എൻ്റെ ഫേസ് നല്ല കറുത്തിട്ടായിരുന്നു. ഇപ്പം വല്ലാണ്ട് ഈടിലിങ്ങനെ കറുത്തൊരു വയ്ക്കുക. ഈടിലിങ്ങനെ പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കുറഞ്ഞല്ലേ. ആ ഒരു തടിപ്പുണ്ടായിരുന്നു, അതും നല്ലോണം കുറഞ്ഞ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക അല്ലേ ചേച്ചി? ചേച്ചിക്ക് ഇനി എന്തെങ്കിലും പറയണം ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി എൻ്റെ പേരിൽ കുറേ പൈസ നിങ്ങൾക്ക് കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓടിച്ചടി ഇങ്ങോട്ടേക്ക് വന്നു. എന്തായാലും ബുക്കിംഗ് ഉണ്ടാവും. ബുക്ക് ചെയ്തിട്ട് വരാം. നമ്പർ ചേച്ചിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വിളിക്കുക. കണ്ണൂരായിട്ടാണ് സംഭവം. ഞാൻ വഴിയും സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ചേച്ചി എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ആയിക്കോട്ടെ. സ്കിന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ കത്തി എടുത്തണം. ഇത്രയാകുമ്പോ നല്ല നല്ല ആ ഒരു തിക്കിലുണ്ടാവും.